ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മൾ ഇന്നല്ലാഹ ലഅനൽ കാഫിരീന വഅഅദ്ദ ലഹും സഈറ ഖാലിദീന ഫീഹാ അബദ ലാ യജിദൂന വലിയ്യൻ വലാ നസീറ. അതാണ് പറഞ്ഞത്. യസ്അലുക്കന്നാസു അനിസ്സാ, അന്ത്യനാളിനെ കുറിച്ച് ഇങ്ങനെ ചോദിക്കണം. ആ ചോദ്യം അറിയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമല്ല, പിന്നെ പരിഹസിക്കാനുള്ള ചോദ്യം. ഉത്തരം മുട്ടിക്കാനും പരിഹസിക്കാനാണ് ചോദിക്കുന്നത്. എന്നാണ് അന്ത്യനാൾ, എന്നാണ് അന്ത്യനാൾ? ഗൗരവത്തിൽ ചോദിക്കും ചിലർ. പിന്നെ അതും ഗൗരവം നടിച്ച് യസ്തംബിഊനക മതാഹു. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അതെന്നാന്നറിയലല്ല പ്രധാനം, പിന്നെ അതിനപ്പുറം എന്ത് എന്നുള്ളത് അറിയലാണ് പ്രധാനം. അപ്പോൾ ചോദിക്കുന്ന ഈ അവിശ്വാസികൾ പരലോകത്തെ കളിയാക്കി ചോദിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിശ്വാസികൾക്ക് എന്ത് എന്നുള്ളത് പറഞ്ഞതാണ്. ഇന്നല്ലാഹ ലഅനൽ കാഫിരീൻ വഅഅദ്ദ ലഹും സഈറ ഖാലിദീന ഫീഹാ അബദ. അല്ലാഹു കാലയെ കൂട്ടിയെന്ന് ഇത് അവർക്ക് എന്താണുള്ളത് എന്നുള്ളത് അറിയിച്ചു. അവർ നന്നാനും തൗബ ചെയ്യാനും പരലോകത്തെ പേടിക്കാനും. ലാ യജിദൂന വലിയൻ, അവർ വലിയനെ കാണൂല. വലിയുണ്ടായാൽ വലിയ എന്താ? വലിയൊരു വ്യക്തിയോട് അടുത്തവനാണ്, അർഹനാണ്. വിലായത്ത് ഉണ്ടല്ലോ, വലിയ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയോട് ഏറ്റവും അർഹതയുള്ളവനും അടുത്തവനുമാണ് ആര്? വലിയ. വലിയാകുമ്പോൾ എന്ത് ചെയ്യും? സന്നിഗ്ധ ഘട്ടങ്ങളിലും ആവശ്യ സന്ദർഭങ്ങളിലൊക്കെ വല്ലതും തന്ന് സഹായിക്കും അല്ലേ? അപ്പോൾ വലിയ ഇല്ല എന്ന് പറയുമ്പോൾ സഹായിക്കാൻ ആരുമില്ല, തരാൻ ആരുമില്ല എന്നുള്ളതാണ് പരലോകത്ത്. വല നസീറ, നസീർ സഹായിയാണ്. സഹായിയാകുമ്പോൾ ശത്രുവിനെ തടുക്കാൻ, അപകടങ്ങൾ ചെറുക്കാൻ ഒക്കെയാണ് സഹായി അല്ലേ? അപ്പോൾ വല്ലതും തന്ന് സഹായിക്കാനാണ് വലിയ അല്ലേ? അപകടങ്ങളെ ചെറുക്കാനും അതിനെ മറക്കാനുമാണ് നസീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് അവിടെ പരലോകത്ത് വലാ യജിദൂന വലിയൻ വലാ നസീറ. വല്ലതും തന്ന് സഹായിക്കാനുള്ള ഒരു അടുത്ത ബന്ധുവിനെയോ വല്ല ഉപദ്രവങ്ങളും ചെറുക്കാനുള്ള ഒരു സഹായിയെയോ അവിടെ കാണാൻ സാധിക്കില്ല എന്ന് അള്ളാഹു അവിടെ പറയാം. വലാ യജിദൂന വലിയൻ വലാ നസീറ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാരി യഖൂലൂന യാ ലൈതനാ അതഅന അല്ലാഹ വ അതഅന റസൂല വഖാലു റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാഅനാ ഫഅദല്ലൂന السبيل ربنا آتهم ضعفين من العذاب والعنهم لعنا كبيرا. എന്താ യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാർ? വുജൂഹ് എന്താ? വജ്ഹ്, വുജൂഹ്. വുജൂഹ് എന്ന് പറഞ്ഞാൽ മുഖങ്ങളല്ലേ? വുജൂഹുഹും അവരുടെ മുഖങ്ങൾ. തുഖല്ലബു മറിക്കപ്പെടുക എന്നാണ്. ഖല്ലബ യുഖല്ലബു, അതിനാണ് ഖൽബ്. ഖല്ലബ യുഖല്ലബ്, യുഖല്ലിബു യുഖല്ലബു, അതുപോലെ തുഖല്ലബു. തുഖല്ലബ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇങ്ങനെ അങ്ങോട്ടോട്ട് മറിച്ചിടുക എന്നാണ്. തുഖല്ലബു വുജൂഹും അവരുടെ മുഖങ്ങൾ മറിച്ചിടപ്പെടും. അങ്ങനെയുള്ള ദിവസമാണ് ആ ദിവസം, പരലോകം, അന്ത്യം എന്നാണ്. അവരുടെ മുഖങ്ങൾ മറിച്ചിടപ്പെടുന്നത് ഫിന്നാർ, എവിടെയാണ്? നരകത്തിലാണ്, തീയിലാണ്. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാരി, അവരുടെ മുഖങ്ങൾ നരകത്തിയിൽ മറിച്ചിടപ്പെടും. തുഖല്ലബ്. ഈ വജ്ഹ് വുജൂഹ് എന്ന് പറഞ്ഞെങ്കിൽ ശരിക്കും വജ്ഹ് എന്ന് പറഞ്ഞെങ്കിൽ ഒരാളെ അഭിമുഖീകരിക്കുമ്പോൾ ആദ്യം പ്രഥമമായിട്ടുള്ള സ്ഥാനമാണ്. അതാണ് വജ്ഹ്. പിന്നെ വജ്ഹ് ഒരു വ്യക്തിക്ക് പറയും അല്ലേ? വജ്ഹുൽ ഖൗം എന്ന് പറയും. വജ്ഹുൽ ഖൗം എന്ന് പറഞ്ഞെങ്കിൽ ഒരു ജനവിഭാഗത്തിൻ്റെ നേതാവ് എന്നർത്ഥം. അപ്പോൾ ഒരു വ്യക്തിക്ക് വജ്ഹ് എന്ന് പറയും. ഒരു വ്യക്തിയുടെ സത്തക്ക് വജ്ഹ് എന്ന് പറയും. അതേപോലെ തന്നെ ഒരു വ്യക്തിയിൽ ഏറ്റവും ഷറഫാക്കപ്പെട്ട അവയവേദ, ബാഹ്യമായിട്ടുള്ള അവയവങ്ങൾ മുഖാണ്. നമുക്ക് കൽബുണ്ട്, നമുക്ക് ദിമാഗുണ്ടൊക്കെ ആന്തരിക അവയവങ്ങളാണ്. പക്ഷെ പ്രത്യക്ഷത്തിൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും അഷറഫുൽ ആദ ഏതാ? അഷറഫുൽ ആദ
ശരീരാവയവങ്ങൾ ഏറ്റവും ഷറഫായത് വജിഹാണ്, മുഖമാണ്. മുഖത്തിന് പറയും. അതേപോലെ വ്യക്തിക്ക് വജിഹ് എന്ന് പറയും. അതുകൊണ്ടാണ് കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജിഹഹു എന്നാണല്ലോ. അള്ളാഹുവിൻ്റെ സത്ത ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം നശിക്കും, തീരും എന്നുള്ളതാണ്. അവിടെ അള്ളാഹുവിൻ്റെ സത്ത എന്നുള്ളതാണ് അവിടെ വജിഹ് അങ്ങനെ പറയും. പിന്നെ ശരീരാവയവങ്ങളിൽ മുഖം, വജിഹ് വുജൂഹ്. ഫഗ്സിലു വുജൂഹക്കും ഇദാ ഖുംതും ഇല സ്വലാത്തി, നിങ്ങൾ നിസ്കാരത്തിന് ഉദ്ദേശിച്ചാൽ, ഫഗ്സിലു നിങ്ങൾ കഴുകുക, വുജൂഹക്കും നിങ്ങളുടെ മുഖങ്ങളെ. അവിടെ നിങ്ങൾ ഒന്നായിട്ട് കുളിക്കുക എന്നുള്ള അർത്ഥത്തില്ല, പിന്നെ മുഖം കഴുകുന്നതിനെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വുദൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വിഷയം. ഇവിടെ യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാർ, നരകത്തിയിൽ അവരുടെ മുഖങ്ങളെ എന്ത് ചെയ്യും? തുഖല്ലബു എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുന്നതാണ്. കീഴ്മേൽ മറിച്ചിടുക, കീഴ്മേൽ മറിച്ചിടപ്പെടും എന്നുള്ളതാണ് പറയുന്നത്. ഒരു ഭാഗം കത്തിയാൽ പിന്നെ മറ്റേ ഭാഗം, പിന്നെ മറ്റേ ഭാഗം, അങ്ങനെ അല്ലാഹുമ്മ അജിർനാ മിനന്നാർ പറയാം. അപ്പം അന്ത്യനാളിനെ ചോദിച്ചിട്ട് ടൈം കളയല്ല വേണ്ടത്. പിന്നെ അന്ത്യനാളിന് അപ്പുറമുള്ള നടക്കാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുകയാണ് വേണ്ടത് എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഗൗരവപ്പെട്ടതുമായ വിഷയങ്ങളാണ് അല്ലാഹു എന്ത് ചെയ്യുന്നത് ഇവിടെ ഉണർത്തുന്നത്. വജിഹ് നമുക്കറിയാം, എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഉപരിപ്ലവമായിട്ട് അവരുടെ ഏറ്റവും ശ്രേഷ്ഠമായ അവയവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഈ വജിഹിനെ കുറിച്ചാണ് പലയിടത്തും പറഞ്ഞിട്ടുള്ളത്. രക്ഷയെക്കുറിച്ച് പറയുമ്പോഴും അതേപോലെ തന്നെ ശിക്ഷയെക്കുറിച്ച് പറയുമ്പോൾ, അതേപോലെ തന്നെ പിന്നെ ബല മൻ അസ്ലമ വജിഹഹു ലില്ല, എന്താ മൻ അസ്ലമ വജിഹഹു ലില്ല, ഒരാൾ തൻ്റെ വജിഹിനെ അള്ളാഹുവിന് സമർപ്പിച്ചാൽ, വജിഹിനെ അല്ലല്ലോ സമർപ്പിക്കണം, പിന്നെ ഒരാൾ സ്വന്തത്തെ മുഴുവനാണ് അല്ലേ. നമ്മൾ സുജൂദിൽ പോയി കിടക്കുമ്പം നമ്മുടെ മുഖം മാത്രം അല്ല, നമ്മൾ മൊത്തത്തിലല്ലേ. സുജൂദ് തന്നെ ശരിയാണെങ്കിൽ നെറ്റി വേണം, മൂക്ക് വേണം, പിന്നെ കൈപ്പത്തികൾ, ഉള്ളം കൈകൾ വേണം, കാൽമുട്ടുകൾ വേണം, കാൽവിരലുകളുടെ പള്ളകൾ വേണം, അപ്പോഴല്ലേ സുജൂദ് ശരിയാവുള്ളൂ. പക്ഷേ പിന്നെ നമ്മളുടെ പിന്നെ മുഖം നിലത്ത് വെക്കുന്നു എന്നുള്ളതാ പറയാം. ബലാമൻ അസ്ലമ വജിഹു, തൻ്റെ മുഖത്തെ അള്ളാഹുവിന് സമർപ്പിച്ച, മുഖം മാത്രമല്ല സമർപ്പിക്കണം, പിന്നെ ഉപരിപ്ലവമായിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മനുഷ്യൻ ഏറ്റവും ആദരപൂർവ്വം ശ്രദ്ധിക്കുന്ന അവയവാണ് മുഖം. അതിന് അള്ളാഹുവിന് സമർപ്പിച്ചാൽ എന്ന് പറയുമ്പോൾ ആ മുഖത്തിൻ്റെ സ്ഥാനമാണത്, മുഖത്തിനുള്ള സ്ഥാനമാണ്. വജ്ജഹ്തു വജിഹിയ ലില്ലദി, അല്ലേ, വജ്ജഹ്തു വജിഹിയ ലില്ലദി ഫത്തറസ് സമാവാത്ത്, എൻ്റെ മുഖത്തെ ഞാൻ തിരിച്ചു എന്നാണ്. മുഖം മാത്രമല്ല തിരിയണത്. ഒരാൾ മുഖം മാത്രം കിബിലക്ക് തിരിഞ്ഞിട്ട് നിസ്കരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? നിസ്കാരം ശരിയാവില്ല. പിന്നെ എന്ത് വേണം? ഒരാൾ ആ മുഴുവൻ കിബിലയിലേക്ക് തിരിയണം. പക്ഷേ ഇപ്പോൾ വലിയ വജിഹൊക്കെ ഷത്തറൽ മസ്ജിദുൽ ഹറാം, നിന്റെ വജിഹിനെ, മുഖത്തെ മസ്ജിദുൽ ഹറാമിന് കാബയിലേക്ക് തിരിക്കുക എന്നാണ് പറഞ്ഞത്. ഏറ്റവും ശ്രേഷ്ഠമായ അവയവാണ് മുഖം. ഫഅഖിം വജിഹക ലിദ്ദീൻ, നിന്റെ വജിഹിനെ നീ ദീനിന് നേരെയാക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എല്ലായിടത്തും മുഖത്തെയാണ് പറയുന്നത്. കാരണം എന്താണ്? മുഖമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അവയവം ശരീരത്തിൽ. അവിടെയാണ് അള്ളാഹിൻ്റെ ശിക്ഷയെക്കുറിച്ച് പറയുന്നത്. അതാണ് നമ്മുടെ വിഷയം. വിശുദ്ധ ഖുർആനിൽ ഈ വജിഹിന് പരലോകത്ത് ഉണ്ടാകുന്ന വിഷയങ്ങൾ പലയിടത്ത് പറഞ്ഞിട്ടില്ലേ? എന്താ വജിഹിന് സംഭവിക്കാൻ? യുഗാസു ബിമാഇൻ കൽമുഹിലി യേശ്വിൽ വുജൂഹ് വേണ്ട, നരകത്തിൽ എന്ത് ചെയ്യും? പിന്നെ കുടിക്കാൻ കൊടുക്കും. ബിമാഇൻ, വെള്ളം തരൂ എന്ന് സഹായാർത്ഥന നടത്തുമ്പോൾ വെള്ളം നൽകും. അത് കൽമുഹിൽ, ഉരുകിയ ലോഹത്തെ പോലെയായിരിക്കും. യേശ്വിൽ വുജൂഹ് എന്നാണ്. എന്താ യേശ്വിൽ വുജൂഹ്? മുഖത്തെ കരിച്ച് കളയും എന്നാണ്. മുഖത്തെ മാത്രമല്ല കരിക്കുക, ശരീരത്തെ മുഴുവൻ കരിക്കും. പക്ഷേ മുഖത്തിനാണ് പിന്നെ പരാമർശം. പിന്നെ എന്താ പറഞ്ഞത്? പറയും തൽഫഹു വുജൂഹഹും അന്നാർ, അല്ലേ? തൽഫഹു വുജൂഹഹും, എന്താ തൽഫഹു? എവിടെ തൽഫഹു വുജൂഹഹും അന്നാർ എന്നാണ്? ഖുർആനിലാണ് മുഅ്മിനൂൻ. തൽഫഹു വുജൂഹഹും മുഅ്മിനൂൻ, തൽഫഹു വുജൂഹഹും അന്നാർ, നരകത്തി അവരുടെ പിന്നെ മുഖത്തെ അടിക്കും, കരിക്കും. ലഫഹ എന്ന് പറഞ്ഞാൽ നരകത്തി എന്ത് ചെയ്യുക? തല്ലുകയും കരിക്കുകയും ചെയ്യുന്നതാണ് മുഖത്തെ. വഹും ഫിഹാ കാലിഹൂൻ എന്ന് പറഞ്ഞാലും അതെ, നരകത്തിൽ അവർ പല്ലുളിച്ചവരായിരിക്കും.
മുഖം കരിക്കപ്പെട്ടു. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. പിന്നെ അതുപോലെ തന്നെ വേറെ ഉണ്ടല്ലോ, ഫലമ്മാ റഅഹു സുൽഫതൻ സീഅത് വുജൂഹുൽ ലദീന കഫറു. സീഅത്, അവർക്ക് വളരെ മോശമായി ദയനീയമായി മാറും അവരുടെ മുഖങ്ങൾ എന്നാണ് പറഞ്ഞത് അല്ലേ. അതേപോലെ തന്നെ നരകത്തിൽ വീഴ്ത്തപ്പെടുന്നതിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഫകുബ്ബത് വുജൂഹുൽ ലദീന കഫറു എന്നാണ്. അവിശ്വസിച്ചവരുടെ മുഖം നരകത്തിൽ കുത്തി വീഴ്ത്തപ്പെടുന്നതാണ്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. വുജൂഹ്, വജ്. പിന്നെ തഗ്ഷ യുവന്നാസ്, തഗ്ഷ എന്നാണ് എന്താ? മൂടും പൊതിയും. തഗ്ഷ വുജൂഹഹും നാർ, നരകത്തി അവരുടെ മുഖങ്ങളെ പൊതിയും എന്ന്. മുഖങ്ങളെ പൊതിയും. നരകം ഉണ്ടല്ലോ എല്ലാത്തിനെയും പൊതിയും, മുഖത്തെ മാത്രമല്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഖം നരകത്തി പൊതിയുന്നതാണ് പറയുന്നത്. ഇനി പരലോകത്ത് മൊത്തത്തിൽ വുജൂഹു യൗമഇദിൻ ഖാശിഅ, അതേപോലെ തന്നെ വുജൂഹു യൗമഇദിൻ ബാസിറ അല്ലേ, തദുന്നു അൻ യുഫ്അല ബിഹാ ഫാഖിറ പറഞ്ഞല്ലേ, ബാസിറ. അതേപോലെ തന്നെ വുജൂഹു യൗമഇദിൻ അലൈഹ ഗബറ തർഹഖുഹ ഖതറ. ഒക്കെ മുഖത്തിന്റെ വിഷയം പറയണത്. പൊടി പുരണ്ട് കറുത്തിരണ്ട് അങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു. അതേപോലെ യൗമ യുസ്ഹബൂന ഫിന്നാരി അലാ വുജൂഹിഹിം അല്ലേ, യൗമ യുസ്ഹബൂന ഫിന്നാർ, നരകത്തിൽ അവർ വലിക്കപ്പെടും. യൗമ യുസ്ഹബൂന ഫിന്നാരി, നരകത്തിൽ അവർ വലിക്കപ്പെടും. അലാ വുജൂഹിഹിം, എന്താ പറയ്, മുഖത്തിലാണ് വലിക്കപ്പെടുക. യുസ്ഹബൂന ഫിന്നാർ, നരകത്തിൽ അവർ വലിക്കപ്പെടുമ്പോൾ മുഖം ഉണ്ടല്ലോ, മുഖം തീയിൽ തച്ചുകൊണ്ട് അല്ലെങ്കിൽ അമർന്നുകൊണ്ട്. യൗമ യുസ്ഹബൂന ഫിന്നാരി അലാ വുജൂഹിഹിം ദൂഖു മസ്സ സഖർ, സൂറത്തു ഖമർ. ഇതേപോലെ വേറെയും സ്ഥലത്ത് വേറെയുണ്ട്. കഅന്നമാ ഉഗ്ശിയത് വുജൂഹും ഖിതഉം മിനൽ ലൈലി മുദ്ലിമ കഅന്നമാ ഉഗ്ശിയത് വുജൂഹും, അവരുടെ മുഖം ഉണ്ടല്ലോ ഒരു ഇരുട്ടിന്റെ കഷ്ണം കൊണ്ടുവന്ന് മൂടപ്പെട്ടതുപോലെ ആയിരിക്കും എന്നാണ്. അത്രമേൽ ദുഃഖഭരിതമായി അവർ കാണപ്പെടും എന്നുള്ളതാണ്. ഉഗ്ശിയത് വുജൂഹും, അവിടെ ആണല്ലേ ഉഗ്ശിയത്, ഒരു ഇരുട്ട് കൊണ്ടുവന്നിട്ട് അവരുടെ മുഖത്തെ പൊതിഞ്ഞതുപോലെ, അതാണ് ഉഗ്ശിയത് വുജൂഹും ഖിതഉം മിനൽ ലൈലി മുദ്ലിമ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇതേപോലെ കുറേ പ്രയോഗങ്ങൾ ഒക്കെ മുഖത്തിലാണ്. ലാ യത്തഖി അൻ വുജൂഹിഹിം മുന്നാർ എന്നല്ല, ലാ യത്തഖി, ചെറുക്കാനാവുകയില്ല അവരുടെ മുഖങ്ങളെ തൊട്ട് തീനെ എന്നാണ്. ലാ യത്തഖി, അങ്ങനെ പ്രയോഗം കാണാം, ലാ യത്തഖി എന്ന്. നോക്കി നിങ്ങൾ, ഇത് ചിലത് എൻ്റെ ഓർമ്മയിൽ നിന്ന് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഇതേപോലെ കുറേ പ്രയോഗങ്ങൾ കാണാം. ഇവിടെ യൗമ തുഖല്ലബു വുജൂഹും, അവരുടെ മുഖങ്ങളെ എന്ത് ചെയ്യും? മാറ്റി തീയിൽ ചുട്ടെടുക്കപ്പെടും എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ യശ്വിൽ വുജൂഹ്, കുടിക്കുന്ന വെള്ളം മുഖത്തോ കണ്ട് അടുപ്പിച്ചാൽ മുഖം കരിഞ്ഞു പോകും. തൽഫഹു വുജൂഹഹും നാർ, നരകം അവരുടെ മുഖത്തെ തല്ലുകയും കരിക്കുകയും ചെയ്യും എന്നാണ്. വഹും ഫിഹാ കാലിഹു, വികൃതമാണ് അവരുടെ മുഖം. കാലിഹു എന്നാണ്, അതാണ് പല്ലിളിക്ക. അതുപോലെ തന്നെ നരകത്തീനെ തടുക്കാൻ കഴിയില്ല. യത്തഖി. അതേപോലെ തന്നെ സീഅത് വുജൂഹുൽ ലദീന കഫറു ഫകുബ്ബത് വുജൂഹുഹും, നരകത്തിൽ വീഴ്ത്തപ്പെടുന്നത് തന്നെ മുഖത്തിലാണ്. അതുപോലെ തഖ്ശ വുജൂഹഹും നാർ, യുസ്ഹബൂന ഫിന്നാർ അലാ വുജൂഹിഹിം, നരകത്തിൽ വെക്കപ്പെടും. ഉഗ്ശിയത് വുജൂഹുഹും, മുഖം ഇരുട്ടിനാൽ പൊതിയപ്പെടും എന്നൊക്കെ പറഞ്ഞല്ലേ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അപ്പോൾ അതാണ് പരലോകത്ത് നരകത്തിൽ കത്തിക്കപ്പെട്ടുള്ള അവസ്ഥ. അല്ലാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. അതുകൊണ്ട് തന്നെ പരലോകം എന്ന് ചോദിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നാലെ കളിയാക്കി നടക്കുന്നതിന് പകരം ആ പരലോകം സംഭവിച്ചാൽ അതിനപ്പുറം എന്ത് എന്നുള്ളത് ഈ കളിയാക്കുന്ന ആളുകൾ, അവിശ്വാസികൾ
അവർക്കൊക്കെ എന്ത് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെക്കുറിച്ച് ആലോചിച്ചോളി എന്നാണ് അവിടെ ഇതിൻ്റെ ഒരു ഭാഷ. യൗമ തഖല്ലബു വുജൂഹുഹും ഫിന്നാർ യഖൂലൂന യാ ലൈതന അതഅന അല്ലാഹ വ അതഅന റസൂല. കണ്ടോ, അവിടെ എത്തിയാൽ യഖൂലൂൻ അവര് പറയും, ഒഴിവുകഴിവ് പറയാണ്. ഈ ശിക്ഷ ഏൽക്കുമ്പോൾ യഖൂലൂൻ അവര് പറയും യാ ലൈതന. യാ ലൈതന എന്നുള്ളത് തമന്നിയാണ്, ആഗ്രഹം പറയലാണ്. യാ ലൈതന ഞങ്ങളായിരുന്നുവെങ്കിൽ എന്നുള്ള ആശയത്തെ. അതഅന അല്ലാഹ അള്ളാഹുവിനെ ഞങ്ങൾ അനുസരിച്ചു, വ അതഅന ഞങ്ങൾ അനുസരിക്കുകയും ചെയ്തു, അർ റസൂൽ അതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവേയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ഞങ്ങൾ അനുസരിച്ചിരുന്നുവെങ്കിൽ യാ ലൈതന എത്ര നന്നായിരുന്നു എന്ന് അവരിങ്ങനെ കൊതിച്ചു പോകും, ആഗ്രഹിച്ചു പോകും. അതൊരു പ്രയോഗമാണ്, അതവർ പറയും. അപ്പം എന്ത് ചെയ്യണം, അവർ ഒഴിവ് കഴിവുകളെ നിരത്തും, ബാലിശമായ ക്ഷമാപണം നടത്തും. പക്ഷേ ഹൈഹാത്ത് ഹൈഹാത്ത്, ആ ക്ഷമാപണമൊക്കെ ഒരിക്കലും ഫലപ്പെടൂല, ഒരിക്കലും ഫലപ്പെടൂല. ഇവിടെ അള്ളാഹുവിനെ അനുസരിച്ചിട്ട് അള്ളാഹു പഠിപ്പിച്ചതനുസരിച്ച് വിശ്വസിക്കേണ്ടത് വിശ്വസിക്കുകയും ആചരിക്കേണ്ടത് ആചരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഉദയം ചെയ്തപ്പോൾ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചത് ചെയ്യുകയും പറഞ്ഞത് വിശ്വസിക്കുകയൊക്കെ ചെയ്ത് ആ തിരുദൂതർക്ക് വിധേയരാവുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് അവരവിടെ വെച്ചിട്ട് പറയും. അപ്പം ഇവിടെ ഇങ്ങനെ കളിയാക്കി നടക്കണ്ട, പിന്നെയോ അവിടെ പരിതപിക്കുന്ന ആ വിഷയം ഉണ്ടല്ലോ, അത് ഓർത്ത് റസൂലുള്ളാഹിനെ അനുസരിച്ചോളി എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പറയുന്നത്. കലയെ കൂട്ടി അള്ളാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്യാണ്, ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ നടക്കാനുള്ളത്. യാ ലൈതന അതഅന അല്ലാഹ വ അതഅന റസൂല. ഇവിടെ നോക്കിയ ഈ റസൂല, ശരിക്കും റസൂൽ എന്നുള്ളത് എങ്ങനെ എഴുതുക? ഇങ്ങനെയല്ലേ, റസൂലു റസൂല റസൂലി അല്ലേ? ആരുണ്ടാവില്ല, നമ്മൾ സാധാരണ എഴുതുമ്പോൾ അലിഫുണ്ടാവില്ല. റസൂല എന്നാണുള്ളത്, അലിഫ് അവിടെ ഒരു അലിഫ് ഏറെയാണ്, സായിദാണ്. ഈ അലിഫ് അവിടെ ഇതവിടെ എഴുത്തിലേറെയാണ്, എഴുത്തിലേറെ അല്ല കേട്ടോ അത്, പിന്നെ നമ്മളൊരു പ്രയോഗം. ഇത് വായിക്കണമെങ്കിൽ സാധാരണ വിശുദ്ധ ഖുർആനിൽ എല്ലാത്തടത്തും എഴുതുമ്പോഴൊന്നും ആര് വരില്ല, ഈ അലിഫ് വരൂല, ഈ അലിഫ് വരൂല. പക്ഷെ ഇവിടെ അലിഫ് ഏറെ വന്നു, അതെന്തിനായിരിക്കും? അതേപോലെ തന്നെ ഇവിടെ ഫഅദല്ലൂന സബീല, അതാന അല്ലാഹ വ അതാന റസൂല, അങ്ങനെയാണ് അവിടെ റസൂൽ എന്ന് പറഞ്ഞ് വഖഫ് ചെയ്യൂല. നമ്മൾ നിർത്തുമ്പോഴുണ്ടല്ലോ, നിർത്തുമ്പോൾ ഇതുപോലത്തെ പ്രയോഗങ്ങളിൽ ഖാല റസൂൽ എന്നാ പറയാ, ഖാല റസൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ആമൻതു ബിർ റസൂൽ, ആമൻതു ബിർ റസൂൽ, അതമന്ന അർ റസൂൽ, അങ്ങനെ പറയാം. റസൂല എന്ന് പറയില്ല സാധാരണ, അങ്ങനെ പറയാം. പക്ഷെ വിശുദ്ധ ഖുർആനിൽ അതാന അല്ലാഹ വ അതാന റസൂല, അങ്ങനെയാണ് നിർത്തുക. റസൂല എന്ന് പറഞ്ഞാൽ നിർത്തുക, റസൂൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിർത്തൂല. അതേപോലെ ഫഅദല്ലൂന സബീല, സബീൽ എന്ന് പറഞ്ഞ് നിർത്തൂല. അതെന്തുകൊണ്ടാ? അതാണ് അതിൻ്റെ ഒരു പിന്നെ വിഷയം. ഈ ആയത്തുകളൊക്കെ അവസാനിപ്പിക്കുന്നത് ഈ താളത്തിലാണ്. നമ്മൾ ഈ കവിതകളൊക്കെ ഉണ്ടല്ലോ, കവിതകളൊക്കെ അതിൻ്റെ പ്രാസം ഒപ്പിച്ച് അല്ലേ കവിതകൾ ഉണ്ടാവുക. അതേപോലെ പിന്നെ വിശുദ്ധ ഖുർആനിൽ ചില ഭാഗങ്ങൾ ഉണ്ടല്ലോ, അതിൻ്റെ അവസാനം ഉണ്ടല്ലോ, ഇവിടെ നോക്കിയ വജീഹ, കബീറ, അതേപോലെ സബീല, റസൂല. ഇതിനു മുമ്പ് വലിയം വല നസീറ, അങ്ങനെയാണ്. അപ്പം ആ ഒരു പിന്നെ ഇത് പ്രാസം ഇത് ഒക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ആ പ്രയോഗം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പലയിടത്തും ഇതേപോലെ ഉണ്ട് ഈ ശൈലിയിൽ. അത് അതേപോലെ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, ഇത് എങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടുവോ അതേപോലെയാണ് എന്ത് ചെയ്യേണ്ടത്, ഇത് വായിക്കേണ്ടത്. നമ്മൾ അറബി സാഹിത്യം വായിച്ച് ശീലിച്ചതുപോലെ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, ഇത് ഓതാൻ പാടുള്ളതല്ല. ഇത് എങ്ങനെയാണ് പൂർവ്വകാലത്ത് നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ടത്, നിസ്ലാസ്ത്രം മതങ്ങളുടെ കാലം മുതൽ ഇങ്ങോട്ട്
ആ രീതിയിൽ തന്നെയാണ് തേടുന്നത് ഇത് ഓതേണ്ടത്, പാരായണം ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഒരു സാഹിത്യ പുസ്തകത്തിൽ ഇപ്പോൾ ഇനി ഒരു ഹദീസിൽ തന്നെ ആട്ടെ ആണ് എങ്കിൽ നമ്മൾ അത്താൻ അള്ളാഹ വാത്താൻ റസൂൽ അല്ലേ, ഫഅദല്ലൂന സബീൽ അങ്ങനെ വായിക്കുക, അങ്ങനെ വായിക്കുക. അപ്പോഴാണ് ആ വായന ശരിയാകുക. പക്ഷെ വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ എങ്ങനെ തന്നെ ഓതണം, അത്താൻ റസൂല ഫഅദല്ലൂന സബീല അങ്ങനെ ഓതും. ചേർത്ത് ഓതുന്നതിന് പ്രശ്നമില്ല, പക്ഷെ ഓതുമ്പോഴും വാത്താൻ റസൂല വല അങ്ങനെ ഓതാൻ പറ്റില്ല. പിന്നെ വാത്താൻ റസൂല വാത്താന വക്കാലു അങ്ങനെ ആ ഒരു പിന്നെ ഇവിടെ പിന്നെ റസൂല എന്നല്ലാതെ വാത്താന റസൂല വക്കാലു അങ്ങനെ ഓതണം. അവിടെ വഖഫ് ലാസിമല്ലല്ലോ, അവിടെ വഖഫ് ലാസിമല്ല, അത് ചേർത്ത് ഓതാം. ഇനി പിന്നെ യഖൂലൻ അവരുടെ നരകത്തിൽ അവർ കത്തിക്കപ്പെടുമ്പോൾ അല്ലാഹുമ്മ അജിർനാ മിനന്നാർ അവരുടെ ഒരു ഒഴികഴിവ് ഇതാണ്, യാ ലൈതനാ അതാന അല്ലാഹ വഅതാന റസൂല. രണ്ടാമത്തേത് വഖാലു റബ്ബന ഇന്ന അതാന സാദതന വകുബറാഅന ഫഅദല്ലൂന സബീല. വഖാലു, വഖാലു എന്ന് പറഞ്ഞാൽ എന്താ, അവര് പറയും. പക്ഷെ ഏത് ക്രിയ ഏതാ ഇത്, കാല യഖൂലാണ്. ഇവിടെ യഖൂലൂന അവർ പറയും, അതേപോലെ വയഖൂലൂന അവർ പറയുന്നതാണ്. പക്ഷെ വഖാലു എന്നാ പറഞ്ഞത്. എന്താ വഖാലു, അവർ പറയുന്നതാണ് അർത്ഥം. പക്ഷെ ഇവിടെ പിന്നെ പറഞ്ഞു എന്നാണ് നേരിട്ട് അർത്ഥം, പക്ഷെ പറയാനിരിക്കണ കാര്യമാണ്. വഖാലു കാരണം അവർ പറയും, പറയുന്നുള്ളത് ഉറപ്പാ. കഴിഞ്ഞ കാലത്തെ ഒരു സംഗതി എങ്ങനെ നടന്നോ എങ്ങനെ ഉറപ്പാണ് അതേപോലെ ഉറപ്പുള്ള വിഷയമാണെന്ന് അറിയിക്കാനാണ് ഭൂതകാല ക്രിയ പ്രയോഗിച്ചത്. വഖാലു അവർ പറഞ്ഞു എന്നാണ് നേരത്തെ അതിൻ്റെ അർത്ഥം. പക്ഷെ ഇവിടെ വഖാലു അവർ പറയാനിരിക്കുന്നതാണ്. അപ്പോൾ അത് അവർ പറയും. എന്ത് പറയും? റബ്ബന ഞങ്ങളുടെ റബ്ബെ, ഇന്ന അതാന സാദതന വകുബറാഅന. എന്താ ഇന്ന തീർച്ചയായും ഞങ്ങൾ, അതാന ഞങ്ങൾ അനുസരിച്ചു വഴിപ്പെട്ടു. അതാന അതാ യുതിയു, അതാ അനുസരിച്ചു, അതാന ഞങ്ങൾ അനുസരിച്ചു. റബ്ബന ഇന്ന അതാന ഞങ്ങൾ അനുസരിച്ചു, സാദതന സാദത്ത് 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 എൻ്റെ ഏകവചനം എന്താ സാദത്തിന്? സയ്യിദ്, സയ്യിദ്, സയ്യിദ് നേതാവ് അല്ലേ, സാദത്ത് നേതാക്കൾ. കുബറ എന്താ കുബറ? കുബറ എൻ്റെ ഏകവചനം എന്താ കുബറ? കുബറ എന്ന് പറഞ്ഞാൽ മൂപ്പന്മാർ, മൂപ്പന്മാർ, ഞങ്ങളുടെ വല്യമാർ, പ്രമാണിമാർ, മൂപ്പന്മാർ, ആ കാരണവന്മാർ, മൂപ്പന്മാർ. കുബറ ബഹുവചനാണ്. അതിൻ്റെ ഏകവചനം എന്താ? ഫുഖഹ എന്നുള്ളതിൻ്റെ, ഫുഖഹ എന്നുള്ളതിൻ്റെ ഏകവചനം എന്താ? ഉളമ, ഉളമ എന്നുള്ളതിൻ്റെ ഏകവചനം എന്താ? ഫുഖഹ. ഖുറമ, ഫഖീഹ്, ഫുഖഹ അല്ലെ. ഫഖീഹ് ഒരു കർമ്മശാസ്ത്ര പണ്ഡിതൻ, ഫുഖഹ അല്ലെ. ഹലീം, ഹുലമ. കരീം, ഖുറമ. അപ്പൊ കുബ്ര എന്നുള്ളതിൻ്റെ എന്താ? കബീർ, കബീർ മൂപ്പൻ. കുബ്ര മൂപ്പന്മാർ അല്ലെങ്കിൽ കാരണവർ. കബീർ കുബ്ര കാരണവന്മാർ, വലിയവൻ, വലിയവന്മാർ. കുബ്ര. സാദത്ത് ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആദത്തു സാദാത്ത്, സാദത്തുൽ ആദാത്ത്, ആദത്തു സാദാത്ത്, ആദത്തു സാദാത്ത്. പറയേ സാദാത്തിന്റെ ആദത്ത് പതിവുകൾ. സാദാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സയ്യിദ്, സാദത്ത്, സാദാത്ത്, സാദത്ത് നേതാക്കന്മാർ, നേതാക്കന്മാരുടെ ആദത്ത് പതിവുകൾ, സമ്പ്രദായങ്ങൾ. സാദത്തുൽ ആദാത്ത് എന്നാണ്. സാദത്തുൽ ആദാത്ത് എന്താ? ആദത്തുകളിൽ സാദത്താണ്. ആദത്തു സാദാത്തി, സാദത്തുൽ ആദാത്ത് എന്നാണ്. സാദാത്തിന്റെ ആദത്ത്, നേതാക്കന്മാരുടെ പതിവുകൾ, രീതികളൊക്കെ ഉണ്ടല്ലോ, അത് പതിവുകളിൽ എന്താണ്? നേതാവാണ്, മികച്ചതാണെന്നുള്ള അർത്ഥത്തിൽ. ആദത്തു സാദാത്ത്, സാദത്തുൽ ആദാത്ത് എന്ന് പറയും.
എന്തായാലും ഇവിടെ സാദത്ത് എന്നുള്ളത് സയ്യിദിന്റെ ബഹുവചനം. സയ്യിദ്, അള്ളാഹു സയ്യിദാണ്. അള്ളാഹിന്റെ പേരിലൊന്നാണിത്, അസ്മാഉൽ ഹുസ്നയിലൊന്നാണിത് അസയ്യിദ്. അള്ളാഹ്ക്ക് സയ്യിദ് എന്ന് പേരുണ്ട് അല്ലേ? നബിസ്വല്ലല്ലാഹു തങ്ങളുടെ അടുക്കൽ ഒരു വിഭാഗം ആളുകൾ വന്നിട്ട് പറഞ്ഞാൽ യാ സയ്യിദന വബ്ന സയ്യിദിന, ഞങ്ങളുടെ നേതാവ്, ഞങ്ങളുടെ നേതാവിന്റെ പുത്രരെ, അൻത സയ്യിദുന, ഞങ്ങളുടെ നേതാവാണ് അങ്ങ് എന്നൊക്കെ പറഞ്ഞു വന്ന്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അസ്സയ്യിദു അല്ലാഹ്. എന്താ സയ്യിദ്? സയ്യിദ് അള്ളയാണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ നിങ്ങൾ പറഞ്ഞോളി, പക്ഷെ ഷെയ്ത്താൻ നിങ്ങളെ തെറ്റിദ്ധരിക്കാതിരിക്കട്ടെ. അല്ല യസ്തജീറന്നകുമു ഷെയ്ത്താൻ, ഷെയ്ത്താൻ നിങ്ങളെ പഴപ്പിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളാഹിനെ സയ്യിദ് സയ്യിദ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വന്നപ്പോൾ അള്ളയാണ് സയ്യിദ് എന്ന് പറഞ്ഞു. റസൂലുള്ള സയ്യിദാണ്, അലിഷ്കാലം റസൂലുള്ള സയ്യിദാണ്, നേതാവാണ്. പക്ഷേ അന സയ്യിദ് വലതി ആദം, റസൂല പറഞ്ഞിട്ടില്ലേ ഞാൻ ആദം സന്തതികളിൽ സയ്യിദാണ് യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എന്നൊക്കെ പറഞ്ഞില്ലേ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദാണ്. പക്ഷെ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങനെ പ്രശംസിച്ച് വിളിച്ചുകൊണ്ട് വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിനയം കാണിച്ചിട്ട് പറഞ്ഞു അസ്സയ്യിദ് അള്ളാഹ്, അള്ളയാണ് സയ്യിദ് എന്ന് പറഞ്ഞു. അള്ളാഹ് സയ്യിദ് എന്ന് പറഞ്ഞാൽ എന്താ? സുഉദുദിൽ, സുഉദുദ് നേതൃത്വം, അതിൽ സുഉദുദിൽ പൂർണ്ണത പ്രാപിച്ചവൻ. കമുല ഫീ സുഉദുദിഹി, നേതൃത്വത്തിൽ പൂർണ്ണത വരിച്ചവനായ നേതാവാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ആ പദവി ആർക്കുമില്ല, അത് അള്ളാഹ്ക്കേ ഉള്ളൂ. അപ്പൊ അള്ളാഹു സയ്യിദ് എന്ന് പറഞ്ഞാൽ സുഉദുദിൽ, നേതൃത്വത്തിൽ പൂർണ്ണത വരിച്ച അള്ളാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദാണ്, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൂർണ്ണതല്ല, നേതൃത്വത്തിൽ പൂർണ്ണതല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടത് ചില വിഷമതകളും അതേപോലെ തന്നെ ചില പരിമിതികളൊക്കെ ഉണ്ടായത്. ഇവിടെ വിഷയം വഖാലു, നരകത്തിൽ വെച്ച് അവർ പറയും, അവരുടെ തണുത്ത ആവലാതി സങ്കടം, റബ്ബന, ഞങ്ങളുടെ റബ്ബെ, ഇന്ന അതാന സാദത്തന, ഞങ്ങൾ ഞങ്ങളുടെ സാദത്തിനെ അനുസരിച്ചു. തീർച്ചയായും ഞങ്ങൾ ഇന്ന അതാന, ഞങ്ങൾ അനുസരിച്ചു, സാദത്തന, ഞങ്ങളുടെ സാദത്തിന്. ഞങ്ങളുടെ സാദത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സയ്യിദുമാര്, സവാദ്, സവാദ് എന്ന് പറയും ആർക്ക്? ഈ ആൾക്കൂട്ടത്തിന് സവാദ് എന്ന് പറയും. ഈ ആൾക്കൂട്ടത്തെ നയിക്കുന്നവനാണ് ആര്? സയ്യിദ്. അപ്പോൾ അങ്ങനെയുള്ള നേതാക്കന്മാരെ സാസത്ത് എന്ന് പറയും. നമ്മൾ സാസ എന്ന് പറയും. സാസ എന്ന് പറഞ്ഞാൽ ഭരിച്ചു എന്നർത്ഥം. സിയാസത്ത് അതിനാ വന്നത്, രാഷ്ട്രീയം. രാഷ്ട്രീയം. ശരിക്കും സിയാസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നേതൃത്വം, രാഷ്ട്രീയ നേതൃത്വം, രാഷ്ട്രീയം. ഭരിക്കുന്നവർക്ക് സാസത്ത് എന്ന് പറയും. സാദത്ത് എന്ന് പറയുന്നത് പോലെ തന്നെ സാസത്ത്. അപ്പൊ ഇന്ന അതാന സാദത്തിനെ, ഞങ്ങൾ ഞങ്ങളുടെ സാദത്തിന് നായകന്മാരെ അനുസരിച്ചു. വകുബറാഅന, ഞങ്ങളിലെ മൂപ്പന്മാരെയും കാരണവന്മാരെയും, കുബറാഇനെയും ഞങ്ങൾ അനുസരിച്ചു എന്നവർ പറയും. ഫഅദല്ലൂന സബീല, ഞങ്ങൾ അവരെ അനുസരിച്ചു. ആ അനുസരിച്ചത് കാരണത്താൽ അദല്ലൂന, അദല്ലു, അവർ പിഴപ്പിച്ചു, ഞങ്ങളെ പിഴപ്പിച്ചു. അസ്സബീല, ഈ നേർവഴിയെ തൊട്ട്, മാർഗത്തെ തൊട്ട് ഞങ്ങളെ പിഴപ്പിച്ചു. അദല്ലൂന അസ്സബീല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സാദത്തിനെയും ഈ കുബറാഇനെയും ആണ് ഈ ആളുകൾക്ക് അയച്ചു കൊടുത്തത് മാർഗദർശികളായിട്ട്. ആരെ അയച്ചു കൊടുത്തത്? നബിമാരെയും റസൂലുമാരെയാണ് അയച്ചു കൊടുത്തത്. നബിമാരെയും റസൂലുമാരെയാണ് അയച്ചു കൊടുത്തിരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവരെ പിൻപറ്റാനാണ് പറഞ്ഞത്. ഈ റസൂൽ ഇവരെ പിൻപറ്റാനാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അവരെ വിഗണിച്ചിട്ട് അല്ലാഹു കാക്കട്ടെ, സാദത്തിനെയും കുബറായിനെയുമാണ് ഇവർ പിൻപറ്റിയത്. അതാണ് അവർക്ക് പറ്റിയ അക്കിടി. ഇവരെന്ത് ചെയ്തു? ഇവരെ ഈ നേർമാർഗത്തിൽ നിന്ന് പഴപ്പിച്ചു, തെറ്റിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടും ഒന്നാണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ പോരെ. ആ വ്യത്യാസം. സാദത്ത് കുബറ എന്നുള്ളത്, സാദത്തോണ്ട് ഉദ്ദേശിക്കുന്നത് ഉമറ, സാദത്തോണ്ട് ഉദ്ദേശിക്കുന്നത് ഉമറ. കുബറ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉലമ. ഉമറ എന്ന് പറഞ്ഞാൽ നേരെ അമീറന്മാർ, രാഷ്ട്രീയ നേതൃത്വം. ഉലമ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മത നേതൃത്വം, പണ്ഡിതന്മാർ. അന്ധമായ അനുകരണം അതാരോടും പാടുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല
നബി മുഖന്മാരെയാണ് മാതൃകാ വ്യക്തിത്വങ്ങളാക്കിയിട്ട് നിയോഗിച്ചിട്ടുള്ളത്. ഇവിടെ സയ്യിദ് സാദത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉമറാക്കന്മാർ, കുബറ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഉലമാക്കന്മാർ എന്നാണ്. അതാണ് തൗസ് ഇബ്നു കൈസാൻ റഹ്മത്തുള്ളാഹി അലൈഹി അതിൻ്റെ ഒരു വ്യത്യാസം പറഞ്ഞതായി ഇമാം ഇബ്നു കസീർ നൽകിയിട്ടുള്ളത്. ഞങ്ങൾ ഞങ്ങളുടെ ഉമറാക്കളെയും ഞങ്ങളുടെ ഉലമാക്കളെയും അനുസരിച്ചു, അവർ ഞങ്ങളെ മാർഗത്തിൽ നിന്ന് പ്രേരിപ്പിച്ചു. അല്ലാഹു കാക്കട്ടെ. നഊദുബില്ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് അൽ അഇമ്മത്തുൽ മുദില്ലീൻ, അതാണ് വിഷയം. അൽ അഇമ്മത്തുൽ, ഈ ഉമ്മത്തികൾക്ക് ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭയന്നത് അൽ അഇമ്മത്തുൽ മുദില്ലീൻ, പിഴപ്പിക്കുന്ന ഇമാംമാർ, നേതാക്കന്മാർ. മുദില്ലീൻ, അഇമ്മത്തുൽ മുദില്ലീൻ, വഴിപിഴപ്പിക്കുന്ന നേതാക്കന്മാർ. അൽ അഇമ്മത്തുൽ മുദില്ലീൻ, വഴിപിഴപ്പിക്കുന്ന നേതാക്കന്മാരെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തികൾക്ക് ഏറ്റവും ഭയന്നത്. ഈ അഇമ്മത്തുൽ മുദില്ലീൻ അവർ 3 കൂട്ടരാണ്. ഒന്ന് ഉമറാക്കൾ, മറ്റൊന്ന് ഉലമാക്കൾ, മറ്റൊന്ന് ഉബ്ബാദ്. ഉബ്ബാദ് എന്ന് പറഞ്ഞാൽ ആരാ? ഈ ധ്യാന ജീവിതം നയിക്കുന്ന ആളുകൾ. ഉമറാക്കൾ ഉണ്ടല്ല, അവരെ ആളുകൾ എന്ത് ചെയ്യും? പിൻപറ്റും. എന്തിന്? അവരുടെ രാഷ്ട്രീയ നേതൃത്വം കണ്ട്, റിയാസത്ത് കണ്ട്, രാഷ്ട്രീയ നേതൃത്വം കണ്ട്. ഉലമാക്കളെ ആളുകൾ എന്ത് ചെയ്യും? പിൻപറ്റും, അവരുടെ ഇൽമ് കണ്ട്. ഉബ്ബാദിനെ ആളുകൾ പിൻപറ്റും, അവരുടെ ഇബാദത്ത് കണ്ട്. ഈ 3 കൂട്ടരും ആളുകളെ അള്ളാഹുവിൻ്റെ വഹ്യ പ്രകാരം നയിച്ചില്ല എങ്കിൽ, അള്ളാഹുവിൻ്റെ വഹ്യ പ്രകാരം, കിതാബും സുന്നത്തും ദീന് പ്രകാരം നയിച്ചില്ല എങ്കിൽ പിന്നെന്ത് ചെയ്യാൻ? ആളുകളെ പഴപ്പിക്കലായി. കാരണം ആളുകൾ ഇവരിൽ വഞ്ചിതരാണ്. ഉമറായിൻ്റെ വിഷയത്തിൽ അവരുടെ നേതൃത്വം കണ്ട്, ഉലമായിൻ്റെ വിഷയത്തിൽ അവരുടെ ഇൽമ് കണ്ട്, പിന്നെ ഉബ്ബാദിൻ്റെ വിഷയത്തിൽ അവരുടെ ഇബാദത്ത് കണ്ട്. ആലിമുണ്ട്, ആബിദുണ്ട്. ആലിം എന്ന് പറഞ്ഞാൽ അറിവുള്ളവൻ, പണ്ഡിതൻ. ആബിദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിവുണ്ടാവില്ല, പക്ഷെ എന്തുണ്ടാവും? ഇബാദത്ത് ഉണ്ടാവും. ആളുകൾ ആരിലെ വഞ്ചിതരായ കൂടുതൽ? ആളുകൾ വഞ്ചിതരായത് ആബിദിലാണ്. അതുകൊണ്ട് ഇത് ഭയങ്കര ഇഷ്കാലാണ്. മിക്ക സൂഫികളും ഇതായിരിക്കും വിഷയം. ഇബാദത്തോ അവരുടേത് ബിദഅത്തായിരിക്കും സൂഫികളിൽ. അത് ദീനാണെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും? ആളുകൾ അവരെ ഇത് ചെയ്യും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആലിമും ആബിദും തമ്മിൽ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. ആലിമും ആബിദും വ്യത്യാസം പറഞ്ഞാൽ എന്താ? ആലിമും ആബിദും തമ്മിലുള്ള വ്യത്യാസം, ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഈ സമുദായത്തിന് ഏറ്റവും താഴേക്കിടയിലുള്ള ഒരാളും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? അത്ര വ്യത്യാസമുണ്ട് ആലിമും ആബിദും തമ്മിൽ. ആലിമ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിൽ എവിടെയാണോ അവിടെയാണ്. ആബിദ് ഈ ഉമ്മത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരാൾ എവിടെയാണോ അവിടെയാണ്. അത്ര വ്യത്യാസമുണ്ട്. കാരണം എന്താ? പിന്നെ ഈ ആബിദ് കാരണത്താൽ ആളുകൾ വേഗം പഴക്കും. അത്ര പിന്നെ വിഭാഗത്തുള്ള ആളാണ്, അത്ര നോമ്പുള്ള ആളാണ്, അത്ര നിസ്കാരമുള്ള ആളാണ്, അയാൾക്ക് പഴക്കിയ, അയാൾ തെറ്റിക്കുക, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക ആളുകൾ. സാധാരണക്കാർ ഭയങ്കരമായിട്ട് പഴക്കും. നിറവഴിയിൽ കൊണ്ടെടുക്കുന്നില്ല എങ്കിൽ അൽ അഇമ്മത്തുൽ മുദില്ലീൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. പിഴപ്പിക്കുന്ന നേതാക്കന്മാർ അത് ഈ 3 കൂട്ടരിലും ഉണ്ട്. അത് പറ്റേ വിവരം കെട്ടുവരാണെങ്കിൽ അത് അള്ളാഹുവിലേക്കാണ്, തീരെ വിവരമില്ലാത്ത ഒന്ന്. അതേസമയം ആളുകൾക്ക് പിന്നെ സാധാരണക്കാരെന്ന് പറയുന്നിട്ട് അവർക്ക് ദുനിയാവിൻ്റെ വിഷയത്തിൽ എവിടെയെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ പോകാൻ അറിയാം. നല്ലത് എവിടെ കിട്ടണം അതൊക്കെ അന്വേഷിക്കാനുള്ള വിവേകവും തൻ്റെ ഇടവും ഇതും താല്പര്യമൊക്കെ ഓൽക്കുണ്ടാവും. ദീനിൻ്റെ വിഷയത്തിൽ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കാനുള്ള വിഷയത്തിലാണ് അവർക്ക് പ്രശ്നം. അങ്ങനത്തെ പോലെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒഴികഴിവില്ല. അവരെ കുറിച്ച് അവിടെ ഇന്നാത്തവൻ അസാദത്തൻ അവ കുബ്രാൻ അഫാദല്ലു നസബീൽ എന്നിട്ട് കാര്യമല്ല. ആരായാലും ഇതിപ്പോൾ മുസ്ലിമീങ്ങളെ പ്രത്യേകിച്ച് കാഫിര്യങ്ങളെ കുറിച്ചല്ലേ പറയുന്നത്. പരലോകത്ത് അള്ളാഹുവിനെയും അള്ളാഹിൻ്റെ റസൂലിനെയും ധിക്കരിച്ചു ഒരാൾക്കും വിധേയത്വം പാടുന്നതല്ല. അത് മുസ്ലിമിനും പാടില്ല, മുസ്ലിമിനും പാടുന്നതല്ല. ഖായിനമൻകാൻ ആരാണെങ്കിലും ലാ താഅത ലി മഖ്ലൂഖിൻ എന്നാണ്. ഒരു പടപ്പിന്നും ലി മഖ്ലൂഖ് എന്ന് പറഞ്ഞാൽ ഒരു പടപ്പിന്നും, അത് ഭർത്താവാകട്ടെ, ഭാര്യയാകട്ടെ, മാതാപിതാക്കളാകട്ടെ, മക്കളാകട്ടെ, പിന്നെ ഗോത്രമൂപ്പനാകട്ടെ,
ഭരണാധികാരിയാകട്ടെ, ആരായാലും അനുസരിക്കാൻ പാടുള്ളതല്ല. അള്ളാഹ്ക്കെതിരിൽ ഖാലിഖായ അള്ളാഹ്ക്കെതിരിൽ ഒരു മഖ്ലൂക്കിനും അനുസരണം പാടുള്ളതല്ല. അത് മുസ്ലിമും അമുസ്ലിം ഒരു വ്യത്യാസമല്ല, അത് പാടുള്ളതല്ല. അതിനപ്പുറമുള്ള അനുസരണങ്ങൾ അത് നന്മയുടെ വിഷയത്തിലാണെങ്കിൽ ആരോടും ആകാം. ഇവിടെ വിഷയം ഇതാണ്, ദീനിനെതിരിൽ അള്ളാഹ്ക്കെതിരിലുള്ള അനുസരണം, വിധേയത്വം അത് അള്ളാഹു അല്ലാത്തവർക്ക് ആക്കി. അത് കാരണത്താലാണ് മാർഗത്തിൽ നിന്ന് പഴച്ചു പോയത്, പഴപ്പിക്കുന്നവരുടെ കെണിയിൽപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവിടെ വഖാലു റബ്ബന ഇന്ന അതാന സാദതന വകുബറാന, ഞങ്ങൾ ഞങ്ങളുടെ അമീറുമാരെയും ഞങ്ങളുടെ ഉലമാക്കളെയും എന്ത് ചെയ്തു? ഞങ്ങൾ അനുസരിച്ചു. ഫഅദല്ലൂന അസ്സബീല, അവരെ ഞങ്ങളെ സബീലിൽ നിന്ന് തെറ്റിച്ചു. റബ്ബന ആതിഹിം ദിഅഫൈനി മിനൽ അദാബ് വൽ അൻഹും ലഅനൻ കബീർ. റബ്ബന, ഞങ്ങളുടെ റബ്ബെ, ആതിഹിം, നീ അവർക്ക് നൽകണമേ. ഈ ശിക്ഷിക്കപ്പെടുന്നവരാണ് പറയുന്നത്, ശിക്ഷിക്കപ്പെടുന്ന അവിശ്വാസികളുടെ വർത്തമാനമാണ്. റബ്ബന, ഞങ്ങളുടെ റബ്ബെ, ആതിഹിം, അവർക്ക് നൽകണമേ എന്നാണ്. അവർക്ക് എന്ന് പറഞ്ഞാൽ ആർക്ക്? ഈ സാദത്തിനും കുബറായിനും നീ നൽകണമേ. ആതി ആത യൂതി, നീ നൽകണമേ. റബ്ബന ആതിന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നൽകണമേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ഇവിടെ ആതിഹിം, അവർക്ക് നൽകണമേ എന്നാണ്. ആതി, നീ നൽകണമേ, നീ അവർക്ക് നൽകണമേ. ദിഅഫൈനി മിനൽ അദാബ്, അദാബിൽ നിന്ന് ദിഅഫ് തന്നെ ഇരട്ടി, ദിഅഫൈനി തന്നെ 2 ഇരട്ടി. മിനൽ അദാബ്, അദാബിൽ നിന്ന് 2 ഇരട്ടി നീ അവർക്ക് നൽകണമേ എന്നാണ്. എന്തിനാ 2 ഇരട്ടി കൊടുക്കണം അവർക്ക്? അതന്നെ, അവർ പഴച്ചു, അവർ പഴപ്പിച്ചു. അവർ വല്ലു, പഴച്ചു, പിന്നെ അവർ പഴപ്പിച്ചു. അതിനെന്താ പറയാ? വല്ലു അവർ പഴച്ചു, അദല്ലു അവർ പഴപ്പിച്ചു. വല്ലു വ അദല്ലു, അവർ പഴച്ചു, അവർ പഴപ്പിച്ചു. അപ്പൊ അവർ പഴച്ചതിനാലും അവർ പഴപ്പിച്ചതിനാലും അതാണ് ദിഅഫൈനി മിനൽ അദാബ്, ശിക്ഷയിൽ നിന്ന് 2 ഇരട്ടി അവർക്ക് നൽകണേ എന്ന് പറയും. എന്നോട് എന്താ അള്ളാഹ് പറയാ? 2 ഇരട്ടി നൽകണേ അറിയുമ്പോൾ എന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങോട്ട് പറയാം? സൂറത്ത് ആറാഫിൽ പറയുന്നുണ്ട്, ഖാല ലികുല്ലിൻ ദിഅഫുൻ വലാകിൻ ലാ തഅലമൂൻ. ലികുല്ലിൻ, എല്ലാവർക്കും ഇരട്ടിയുണ്ട്. ലികുല്ലിൻ, പഴച്ചോൽക്കും ഉണ്ട്, പഴപ്പിച്ചോൽക്കും ഒക്കെ ഇരട്ടിയുണ്ട് എന്നുള്ളത് പറയുമ്പോൾ ലികുല്ലിൻ ദിഅഫുൻ വലാകിൻ ലാ തഅലമൂൻ വൽഅൻഹും ലഅനൻ കബീറ. അതാണ് ആതിഹിം ദിഅഫൈനി മിനൽ അദാബ് വൽഅൻഹും, അവരെ നീ ശപിക്കണമേ. ലഅനൻ കബീറൻ, വലിയ ശാപം, കൊടിയ ശാപം നീ അവരിൽ ഏൽപ്പിക്കണമേ എന്നുള്ള അർത്ഥത്തിൽ. വൽഅൻഹും, അവരെ നീ ശപിക്കണമേ, ശാപം അവരിലേക്ക് നീ ഏൽപ്പിക്കണമേ. ലഅനൻ കബീറ, കൊടിയ ശാപം. ഇതൊക്കെ നരകത്തിൽ അവിടെ പറയുന്നതാണ്, അവിടെ പറയാനിരിക്കുന്നതാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാലയെ കൂട്ടിയിട്ട് ഇവിടെ ഉണർത്തുക. ഇവിടെ വിഷയം ഉണ്ടല്ലേ, ഈ അനുകരണങ്ങൾ അന്ധമായി പാടില്ല. ആളുകളെ നമ്മൾ കേൾക്കുമ്പോൾ, അനുസരിക്കുമ്പോൾ നമുക്ക് മാനദണ്ഡം വേണം. ഇതിൻ്റെ വെളിച്ചത്തിൽ, വട്ടത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ആളുകളെ കേൾക്കേണ്ടത്, അനുസരിക്കേണ്ടത്. അതില്ല എങ്കിൽ അവർ പറഞ്ഞു ഇവർ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അവരനുസരിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ അപകടമാണ്. കാരണം പരലോക കോടതിയിൽ ഉണ്ടല്ലോ, അനുയായികൾ, നേതാവ്, ഇങ്ങനെയല്ല വരിക. ഒരു നേതാവിൻ്റെ പിന്നിൽ ഇവിടെ ദുനിയാവിൽ നടന്ന പോലെ ലക്ഷം പിന്നാലെ അങ്ങനെ അവിടെ വരില്ല. പഠിച്ചവൻ്റെ കോടതിയിലേക്ക് വരല എങ്ങനെയാണ്? ഒറ്റക്കാണ്. കുല്ലുഹും, എല്ലാവരും ആതിഹി ഫർദ് എന്നാണ്. കുടുംബം ഒന്നിച്ച് വരില്ല. കുടുംബം ബാപ്പാൻ്റെ ബാക്കിൽ പിന്നെ ഭാര്യ മക്കൾ ഇങ്ങനെ വരില്ല. അതുപോലെ തന്നെ ഗോത്രം മൂപ്പൻ്റെ നേതൃത്വത്തിൽ വരില്ല അള്ളാൻ്റെ അടുക്കലേക്ക്. പിന്നെ അതേപോലെ തന്നെ ഓരോ പാർട്ടികൾ, സംഘടനകൾ, ഗ്രൂപ്പുകൾ, ഇതൊന്നും അവിടെ ഇതായിട്ടല്ല വരിക. ഇനിയും എല്ലാവരും ഒറ്റക്കാണ് വരിക അള്ളാൻ്റെ അടുക്കൽ. കുല്ലുഹും ആതിഹി ഫർദൻ. അള്ളാഹു തന്നെ ആളുകളോട് ചോദിക്കുന്നതാണ്, വലഖദ് ജിഅ്തുമൂനാ ഫുറാദ കമാ ഖലഖ്നാകും അവ്വല മർറ. നിങ്ങളെ സൃഷ്ടിച്ചപ്പോൾ നിങ്ങൾ ഒറ്റക്കല്ലേ?
അതേപോലെയാണ് ഇപ്പം നിങ്ങൾ നമ്മുടെ അടുക്കലേക്ക് വരുന്നത് എന്ന് അള്ളാഹ് പറയും തനിച്ച്. അയാൾ രക്ഷപ്പെട്ടു, അൽഹംദുലില്ലാ, അയാൾ രക്ഷപ്പെട്ടു. പഴപ്പിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം പഴച്ച ആളുകൾ അവരുടെ തെറ്റ് അവർ തിരുത്തി, നന്നായി അല്ലെ. പഴപ്പിച്ച ആളുകളുണ്ടല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പിഴവിന് വിധേയരാകേണ്ടതില്ലല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവർക്ക് തലച്ചോറ് നൽകിയിട്ടില്ലേ, അള്ളാഹു അവർക്ക് വിവേചന ശക്തി നൽകിയിട്ടില്ലേ, വകതിരിവ് നൽകിയിട്ടില്ലേ, അള്ളാഹു അവർക്ക് കിതാബ് നൽകിയിട്ടില്ലേ, അള്ളാഹു അവർക്ക് പ്രവാചക അധ്യാപനങ്ങൾ നൽകിയിട്ടില്ലേ. അവരുടെ വീഴ്ചയാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇവർക്ക് ഇരട്ടി കൊടുക്കണേ എന്ന് പറയുമ്പോൾ പറയുന്നത് ലികുല്ലിൻ ദുഅഫുൻ, എല്ലാവർക്കും ഇരട്ടിണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇനി ഈ സൂറത്തിൽ നമുക്ക് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഷയം കഥ അർത്ഥം പറയാം. ഇതിന്റെ വിഷയങ്ങൾ നമുക്ക് അടുത്ത വിശദീകരിച്ച് പറയാം. യാ അയ്യുഹല്ലദീന ആമനു, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വസിച്ചവരെ വിളിക്കണം. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ അള്ളാഹു വിളിക്കാണ്. എന്നിട്ട് പറയുന്നത് ലാ തകൂനു കല്ലദീന ആദൗ മൂസ, ലാ തകൂനു നിങ്ങളാവരുത്, കല്ലദീന ആദൗ മൂസ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ ദ്രോഹിച്ച ഒരു കൂട്ടരെ പോലെ, ശല്യപ്പെടുത്തിയ ഒരു കൂട്ടരെ പോലെ, കല്ലദീന ഒരു കൂട്ടരെ പോലെ. അവരുടെ പ്രത്യേകത ആദൗ, അവർ ശല്യപ്പെടുത്തി, അവർ ഉപദ്രവിച്ചു. ആരെ? മൂസ. മൂസ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാപ്പാന്റെ പേരെന്താ? മൂസ ഇബ്നു ഇമ്രാൻ. കല്ലദീന ആദൗ മൂസ, മൂസ ഇബ്നു ഇമ്രാൻ അലൈഹിസ്സലാം അദ്ദേഹത്തെ ശല്യപ്പെടുത്തിയത് ആളുകളെ പോലെ നിങ്ങളാവരുത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ അവർ ശല്യപ്പെടുത്തി, ഉപദ്രവിച്ചു, കുറെ കഷ്ടപ്പെടുത്തി. പക്ഷെ എന്നിട്ടും ആ ശല്യം ഉണ്ടായെങ്കിലും അതിൽ പിന്നെ അതാണ് ബർറഅഹു അല്ലാഹു മിമ്മാ ഖാലു, ബർറഅഹു, അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി, ഒഴിവാക്കി. ബർറഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ബരി ആക്കി, നിരപരാധിയാക്കി, അപരാധിയാക്കി, പിന്നെ രക്ഷപ്പെടുത്തി, ഒഴിവാക്കി. അള്ളാഹു ഒഴിവാക്കി. ബർറഅഹു ആണ്, ഹു അദ്ദേഹത്തെ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി. ബർറഅഹു ഏതിൽ നിന്ന്? മിമ്മാ ഖാലു, മിമ്മാ ഖാലു അല്ലദീന ആദൗ, ഈ ഉപദ്രവിച്ച ആളുകളുണ്ടല്ലോ, അവർ പറഞ്ഞതിൽ നിന്ന്. വകാന ഇൻദല്ലാഹ്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിങ്കലായിരുന്നു വജീഹൻ. വജീഹ് പറഞ്ഞല്ലോ ഇവിടെ. ഏതാണ് വജീഹ്? വജീഹ് എന്ന് പറഞ്ഞാൽ ഉന്നത സ്ഥാനീയൻ എന്നർത്ഥം പറയാം, സ്ഥാനമുള്ളവൻ എന്നുള്ള അർത്ഥം. അത് നമുക്ക് പറയാം, വിശദീകരിക്കേണ്ട വിഷയമാണ് അടുത്ത ക്ലാസ്സിൽ. യാ അയ്യുഹല്ലദീന ആമനു ലാ തകൂനു കല്ലദീന ആദൗ മൂസ, മൂസ അലൈഹിസ്സലാം, മൂസ ഇബ്നു ഇമ്രാനെ ശല്യപ്പെടുത്തിയ ഒരു കൂട്ടർ, ഉപദ്രവിച്ച ഒരു കൂട്ടർ, അവരെ പോലെ നിങ്ങളാകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം വിശ്വാസികളോട്. അവർ ശല്യപ്പെടുത്തി, ധാരാളം ശല്യങ്ങളുണ്ട്. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പറഞ്ഞതിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമെ ബരി ആക്കിയിട്ടുണ്ട്, മുക്തമാക്കിയിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്, നിരപരാധിയാക്കിയിട്ടുണ്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിങ്കൽ വജീഹായിരുന്നു. നമുക്ക് ഇൻഷാ അല്ലാഹ് എന്താണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ ശല്യപ്പെടുത്തിയത് അത് പറയണം. നിങ്ങളെല്ലാവരും പങ്കാളികളാകണം, അത് നോക്കി വരണം എല്ലാവരും. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ എങ്ങനെയാണ് വാക്കാൽ, പ്രവൃത്തിയാലൊക്കെ ഉണ്ട്, ഇവിടെ പറഞ്ഞതിൽ നിന്നാണ്, പറഞ്ഞ തന്നെ കുറേ ഉണ്ട്. അപ്പം ആ ശല്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത്. പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിങ്കൽ വജീഹായിരുന്നു. ആ വജീഹ് എങ്ങനെ, വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്കത് അടുത്ത ക്ലാസ്സിൽ ബിഇദ്നില്ലാഹ്